ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമരം നടത്തുമ്പോൾ അതിനെ അടിച്ചമർത്തി ഇല്ലാതാക്കാം എന്നുള്ളൊരു മോഹം, അത് വെറും വ്യാമോഹമായിരുന്നു കേന്ദ്ര സർക്കാരിനെന്ന് നമ്മൾ കണ്ടു. അത് നരേന്ദ്രമോദി ഭരണത്തിൻ്റെ ആദ്യ സമ്പൂർണ്ണ പരാജയമായി ഈ രാജ്യം കണക്കാക്കിയിരിക്കുന്നു. സമരം വിജയിച്ചുവെങ്കിലും അവർക്കെതിരെ നടത്തിയ ക്രൂരമായ ആക്രമണങ്ങൾ അത് ഭരണസ്വാധീനം ഉപയോഗിച്ച് മറന്നുകളയാം എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിൻ്റെ ധാരണയെങ്കിൽ അത് നടക്കില്ല എന്ന് സുപ്രീം കോടതി തന്നെ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. അതായത് ഡൽഹിയിൽ അടുത്തിടെ നടന്ന CJP വിദ്യാർത്ഥി പ്രതിഷേധത്തിനിടയിലുണ്ടായ പോലീസ് അതിക്രമങ്ങൾ പരിശോധിക്കാൻ ഉന്നതാധികാര സമിതി രൂപീകരിക്കുമെന്ന് സുപ്രീം കോടതി തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസുമാരായ ജോയ് മല്യ, ബാഗ്ചി, മോഹന എന്നിവരടങ്ങുന്ന ബെഞ്ച് ഇത് സംബന്ധിച്ചുള്ള ഉത്തരവ് പുറപ്പെടുവിക്കാൻ പോവുകയാണ് നാളെ. മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരും CBI ഉദ്യോഗസ്ഥരും ആ സമിതിയിലുണ്ടാകും. അങ്ങനെ ഈ അക്രമം നടത്തിയവരെ എല്ലാ ഭാഗത്തു നിന്നും പൂട്ടാനുള്ള നിയന്ത്രണം സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് ഉറപ്പായിരിക്കുന്നു. സുപ്രീം കോടതിയുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ചായിരിക്കും ഈ സമിതി മുഴുവൻ പ്രവർത്തിക്കുക. ജൂലൈ 20-ാം തീയതി ഡൽഹിയിൽ നടന്ന പാർലമെന്റ് മാർച്ചിനിടെ ഉണ്ടായ അക്രമത്തിൻ്റെ വീഡിയോ ദൃശ്യങ്ങളും CCTV റെക്കോർഡിങ്ങുകളും പരിശോധനയ്ക്കായി കമ്മിറ്റിക്ക് കൈമാറാൻ അധികാരികൾക്ക് നിർദ്ദേശം നൽകുമെന്നും സുപ്രീം കോടതി ബെഞ്ച് വ്യക്തമാക്കിയിരിക്കുകയാണ്. അങ്ങനെ എല്ലാ ദൃശ്യങ്ങളോടുകൂടി, എല്ലാ ചിത്രങ്ങളോടുകൂടി ഈ അക്രമികളെ പൂട്ടാൻ തന്നെയാണ് സുപ്രീം കോടതി ഉത്തരവിടാൻ പോകുന്നത്. കേന്ദ്രത്തിൻ്റെയും BJPയുടെയും പ്രതികാര നടപടികളൊന്നും തന്നെ ഇനി നടക്കില്ല എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് സുപ്രീം കോടതി. അതായത് പ്രതിഷേധക്കാർ മാത്രം ഉൾപ്പെട്ട FIR സംസ്ഥാനങ്ങൾ വേർതിരിച്ചെടുക്കണമെന്നും ഇത്തരം കേസുകൾ റദ്ദാക്കുന്നത് സുപ്രീം കോടതി പരിഗണിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. അതായത് ഒരു ഭാഗത്ത് നിന്ന് ഏകപക്ഷീയമായി വിദ്യാർത്ഥികളെയും സമരക്കാരെയും അടിച്ചമർത്താനും കൊല്ലാക്കൊല ചെയ്യാനുമാണ് കരുതിക്കൂട്ടി കേന്ദ്രം ശ്രമിച്ചതെങ്കിൽ അത്തരം ആളുകളെ ശിക്ഷിക്കുമെന്നും അനാവശ്യമായ കേസുകൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ തള്ളുമെന്നും വ്യക്തമാക്കിയിരിക്കുകയാണ് കോടതി. ക്രിമിനൽ പശ്ചാത്തലമുള്ളവരുടെ കേസുകൾ പ്രത്യേകം കൈകാര്യം ചെയ്യാനാണ് തീരുമാനം. സമിതിയുടെ പരിഗണനാ വിഷയങ്ങളിൽ ഇന്നു തന്നെ നിർദ്ദേശങ്ങൾ നൽകണമെന്നും അടിയന്തര പ്രാധാന്യമുള്ള വിഷയങ്ങൾ സമിതിക്കുടൻ ഏറ്റെടുക്കാമെന്നും കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. ആവശ്യമെങ്കിൽ സമിതിക്ക് വിദഗ്ധരുടെ സഹായം തേടാമെന്നും കോടതി വ്യക്തമാക്കിയതോടെ കാര്യങ്ങൾ മറ്റൊരു തലത്തിലേക്ക് നീങ്ങുകയാണ്. ലൈംഗിക അതിക്രമങ്ങളും ഓൺലൈൻ വഴിയുള്ള കുറ്റകൃത്യങ്ങളും സമിതി വ്യക്തമായി പരിശോധിക്കാൻ പോകുന്നു. ഫേഷ്യൽ റെക്കഗ്നിഷൻ്റെ ഭരണഘടനാ സാധുതയിൽ സുപ്രീം കോടതി തന്നെ തീരുമാനമെടുക്കുകയും ചെയ്യും. അതിൻ്റെ ഉന്നതതല സമിതിയെ നിയോഗിക്കാൻ സുപ്രീം കോടതിയിൽ ഉത്തരവിറക്കിയത് CJP വലിയ ആശ്വാസത്തിലാണ് കാണുന്നത്. ആരോരുമില്ലാത്തവർക്ക് കോടതി ഉണ്ടാകുമെന്ന ഒരു നല്ല സൂചനയാണ് ഇതിലൂടെ നൽകിയിരിക്കുന്നത്. സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും വളരെ സുതാര്യമായി എന്തെങ്കിലും സംഭവിക്കട്ടെ, അപ്പോൾ മാത്രം നടപടികളെ സ്വാഗതം ചെയ്യാമെന്ന് CJPയുടെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. എങ്കിലും CJPയുടെ ഭാഗത്ത് എന്നല്ല, ന്യായത്തിൻ്റെ ഭാഗത്ത് സുപ്രീം കോടതി ഉണ്ട് എന്നുള്ളത് ഈ രാജ്യത്തിന് തന്നെ ആശ്വസിക്കാവുന്നതാണ്. ഡൽഹി പോലീസും കേന്ദ്ര സർക്കാരും വിദ്യാർത്ഥി പ്രതിഷേധക്കാരെ ക്രിമിനലുകളാക്കാൻ ശ്രമിക്കുന്നുവെന്നും CJP ആരോപിച്ചിരിക്കുമ്പോൾ അത് തന്നെ കണ്ടെത്താനാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. കോടതി ആവശ്യപ്പെട്ടിട്ടും കേസിൻ്റെ FIRകൾ നൽകാൻ പോലീസ് തയ്യാറാകുന്നില്ല എന്നുള്ള പരാതികളും മാറാൻ പോവുകയാണ്. വിവിധ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി CJP പ്രതിഷേധം ഇനിയും നടത്തുമെന്ന് പറയുന്നുണ്ടെങ്കിലും സുപ്രീം കോടതിയുടെ ഉത്തരവ് അവരുടെ സമര പോരാട്ടങ്ങൾക്ക് വലിയ പ്രചോദനവും ശക്തിയും തന്നെയാണ് നൽകുന്നത്.